ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ വിവാദങ്ങളിലൊന്നും പെടാത്ത ഒരു മലയാള നടന്മാരെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട്. അത്തരക്കാരുണ്ടെങ്കിൽ അത് ആരൊക്കെയായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പലരും പല അഭിപ്രായങ്ങളും പറയുന്നു. അക്കൂട്ടത്തിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്, മാമുക്കോയയുടേത്. മാമുക്കോയ പറഞ്ഞത് ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല. അതുപോലെ തന്നെ സുധീഷ് കാറിൽ യാത്ര ചെയ്യാൻ പലതവണ ആവശ്യപ്പെട്ടു. ഒന്നിലധികം പ്രമുഖർക്കെതിരെ വെളിപ്പെടുത്തലുമായി ഒരു നടി രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്ത സമയത്ത് വളരെയധികം ശ്രദ്ധ നേടിയ വാർത്തയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. സിനിമാ മേഖലയിലുള്ള പലരും അവരുടെ ജീവിതത്തിലും യഥാർത്ഥ നടന്മാർ തന്നെയാണ് എന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ തെളിയിച്ചു തന്നതായിരുന്നു ഈ ഹേമ റിപ്പോർട്ട് എന്ന് പറയാം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ജൂനിയർ ആർട്ടിസ്റ്റും റൈറ്ററുമായ ജൂബിത എന്ന യുവതി നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വുമൺ റോർ ഓഫ് സൈലൻസ് എന്ന ഒരു ഗ്രൂപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ആരൊക്കെ ഇതിൽ പെട്ടിരിക്കുമെന്നുള്ള ഒരു ആശങ്കയിൽ പലരും പേര് പറയാതെ പ്രമുഖർ എന്ന് മാത്രം പറഞ്ഞു പോകുന്ന ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിൽ തുറന്നു പറയാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് കാണിച്ച ആർജവത്തിനെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. എന്താണ് ആ റിപ്പോർട്ടിൽ, ആ കുറിപ്പിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ്, റൈറ്റർ എന്നീ മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ജൂബിത എന്നൊരു യുവതി നടത്തിയ വെളിപ്പെടുത്തൽ കാണാനിടയായി എന്നാണ് ഇതിൽ തുടക്കം. കൃത്യമായ പേരുകൾ എടുത്തു പറഞ്ഞ് തന്നെ അവർ പ്രതികരിക്കുന്നുണ്ട്. ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം, 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അതിന്റെ പേരിൽ 2018 വാക്ക് തർക്കമുണ്ടായി എന്ന് ജൂബിത പറയുന്നു. മാമുക്കോയ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമല്ല. ആക്ടർ സുധീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും ജൂബിത പറയുന്നുണ്ട്. സാജു കൊടിയനുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന വേളയിൽ അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ട് എന്നും ജൂബിത പറയുന്നു. ഇടവേള ബാബുവിന്റെ പേര് എടുത്തു പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. അവർ സ്വയം ഇത്തരം ആർട്ടിസ്റ്റുകൾ കൂടി ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. അത് പലപ്പോഴും വാർത്തയാകാറില്ല, വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാറില്ല. ന്യൂസ് വാല്യൂ താരതമ്യേന കുറവാണല്ലോ. ഒരു നായിക വേഷം ചെയ്യുന്ന താരമായിരുന്നു എങ്കിൽ ഈ സമയത്തിനകം ഇത് മുഴുവൻ ചാനലുകളിലും പ്രൈം ടൈം ഡിബേറ്റ് ആവേണ്ടുന്ന വിഷയമാണ് എന്ന് ഈ കുറിപ്പിൽ തുടർന്ന് അത് എഴുതിയ ആൾ കുറിച്ചിട്ടുണ്ട്. വെറുതെ 4-5 പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല. സംവിധായകൻ ഹരികുമാർ പ്രസ്തുത വീഡിയോയിൽ അത് ഹരിഹരൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെ പറയുന്ന കാറ്റും മഴയും എന്ന സിനിമയുടെ സംവിധായകൻ ഹരികുമാറാണ്. നായിക ആയിട്ട് തുടരണമെങ്കിൽ ഹോട്ടൽ മുറിയിലേക്ക് വരണമെന്ന് പറയുന്നതും ആ പ്രശ്നം അറിയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ ഇന്നുമുണ്ട് എന്നും അതിൽ പറയുന്നുണ്ട്. അവർ പറഞ്ഞതിനെ പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ, സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വരട്ടെ എന്നാണ് ജൂബിത എന്ന ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞ ആ ഒരു വിഷയത്തെ അധികരിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നത്, ഒരു ഗ്രൂപ്പിൽ എഴുതിയിരിക്കുന്ന ഈ കുറിപ്പ്. എന്തൊക്കെയായാലും ശരി, പലരും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. പലരും തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഈ അനുഭവം ഉണ്ടായി, ആ അനുഭവം ഉണ്ടായി. പക്ഷെ അതൊക്കെ അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള പേര് പറയാൻ മാത്രം ആരും തയ്യാറാകുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അങ്ങനെ പറയാതിരുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഇവർക്ക് ഉണ്ടാവുക? പറഞ്ഞാലല്ലേ ഇതിനൊക്കെ ഒരു അറുതി വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. എന്തായാലും ആരും ഇതുവരെ തുറന്നു പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഇതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, അവരത് പറഞ്ഞു. അതേസമയം ജൂനിയർ ആർട്ടിസ്റ്റിന് പകരം ഒരു വലിയ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നായിക നടിയോ മറ്റോ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനോടകം അത് കോലാഹലം ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയേനെ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഒരു വ്യക്തമായ പിക്ചർ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.